മഹാശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനായി എത്തുന്ന ഭക്തരെ വരവേൽക്കാൻ പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രവും തൃപ്പാഴൂർ മണപ്പുറവും ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ ആഘോഷ പരിപാടികളും സൗകര്യങ്ങളുമാണ് ഇത്തവണ ഭക്തർക്കായി ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം കമ്മിറ്റി അറിയിച്ചു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനായി എത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണൽപ്പുറവും പ്രസിദ്ധമായ പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ സന്നിധിയും സജ്ജമായി. ഭാഗ്യങ്ങൾ പൂത്ത പാഴൂരിൽ സ്വയംഭൂവായ മഹാദേവ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ. പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രവും ശിവരാത്രി മണൽപ്പുറവും MLA അനൂപ് ജേക്കബ്, പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ശിവരാത്രിയോടനുബന്ധിച്ച് പാഴൂർ മണപ്പുറത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മുനിസിപ്പാലിറ്റി അതിന്റെ പൊതുവായ ക്രമീകരണങ്ങളും അതിന്റെ കാട് വെട്ടി തെളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേജർ ഇറിഗേഷന് 5 ലക്ഷം രൂപ മേജർ ഇറിഗേഷൻ വഴി ഇവിടെ പുഴ ഈ ഭാഗത്തുള്ള ചെളിയെല്ലാം വാരി പുഴയുടെ ഒഴുക്ക് ക്രമവൽക്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്രമീകരിച്ചു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് 5 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. അതനുസരിച്ച് ശിവരാത്രിയോടനുബന്ധിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. ഇത്തവണയും അതേ രീതിയിൽ തന്നെ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ച് ലഭ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. മഹാശിവരാത്രിയായ ഫെബ്രുവരി 15 പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും. 8:30 പെരുംതൃക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവേലിക്ക് എഴുന്നള്ളിക്കും. കാഞ്ചി കാമക്കോടിപ്പിടം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും വാദ്യ കലാരത്നം തിരുമറയൂർ ഗിരിരാജന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയാകും. മാമലക്കവല നിരപ്പേൽ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് മഹാപ്രസാദവും നടക്കും. കാഴ്ച ശിവേലിക്ക് നാദസ്വരം അകമ്പടിയാകും. വൈകിട്ട് തിരുവാതിരകളി മതിൽക്കകത്ത് കാവ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ RLV സാലി രാജഗോപാലിന്റെ ശിക്ഷണത്തിലെ കുട്ടികളുടെ നൃത്തസന്ധ്യ, മതിൽക്കകത്ത് ശരത് ചന്ദ്രബോസിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും. വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ടിമേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചെണ്ടമേളം എന്നിവയുടെ വിളക്കാചാരം. ശേഷം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണപ്പുറത്തെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും. മണൽപ്പുറത്തേക്ക് കടക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ മഴവിൽ പാലത്തിനു ഒപ്പം താൽക്കാലിക പാലവുമുണ്ട്. മണൽപ്പുറത്തേക്ക് കടക്കാൻ മഴവിൽ പാലവും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ താൽക്കാലിക പാലവും ഉപയോഗിക്കാം. ആലുവ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്ന് ബലിതർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പാഴൂർ മണൽപ്പുറം ഉൾക്കൊള്ളുന്ന പാഴൂർ ശിവക്ഷേത്രം. അപ്പോൾ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ പാരമ്പര്യവും എല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഇത്തവണയും മണൽപ്പുറത്തുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി വളരെ നേരത്തെ തന്നെ ഇറങ്ങുകയുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ മാനേജരെയും അതുപോലെ ക്ഷേത്രം ഭാരവാഹികളെയും എല്ലാവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കണ്ടീജൻറ്റ് ജീവനക്കാർ വളരെ ദിവസങ്ങളായി ഇവിടെ കാട് പിടിച്ച് കിടന്ന പുല്ലുകളും അതുപോലെ നാച്ചുറൽ ചെടികളുമെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ ക്ലിയറാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നത് കൊണ്ട് നമ്മുടെ ഈ മണൽപ്പുറത്തിൻ്റെ ഒരു സ്ഥിതി വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ തുക ഇതിൻ്റെ അകത്തെ മേജർ ഇറിഗേഷനെ കൊണ്ട് ഫണ്ട് അനുവദിപ്പിക്കുവാൻ നമ്മുടെ MLA തന്നെ മുന്നോട്ട് വരികയും അങ്ങനെ ആ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ മണൽപ്പുറത്ത് ഇവിടെ അനേകായിരം ഭക്തജനങ്ങളാണ് ഈ ശിവരാത്രിയുടെ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത് ബലിതർപ്പണം നടത്തുവാൻ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇവിടെ ഈ മണൽപ്പുറത്ത് ചെയ്യേണ്ടതുണ്ട്. നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മുഖ്യ കവാടം കടന്ന് ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിന് പിന്നിൽ പാഴൂർ കക്കാട് കരകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ നിയന്ത്രണമുണ്ടായിരിക്കും. പിതൃതർപ്പണ ചടങ്ങുകൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB ശ്രീകുമാർ, മാനേജർ CK വിജയൻ, ശിവരാത്രി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AK സരസൻ, K വിജയൻ പള്ളിപ്പാട്, ധനേഷ് ഭവൻ, AP സഹദേവൻ, PS ദേവപ്രസാദ്, S അഭിലാഷ്, ബിനു ഫൈൻടെക്, ഡിനൻ പാഴൂർ, MS അനുകുമാർ, KB വിജയൻ, രാജൻ കണിക്കുന്നേ, PR രാജേഷ്, CR വിനോദ്, പ്രിൻസ് ഡാലിയ, NC രവി, അനിൽ പുണർ, PS സതീഷ്, സുരേഷ് മംഗലത്ത് എന്നിവർ അറിയിച്ചു. പോലീസിൻ്റെ ഫയർ ബ്രിഗേഡ് ഇവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാവും. ആംബുലൻസിൻ്റെ സാന്നിധ്യമുണ്ട്, പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, ഫയർ ബ്രിഗേഡിൻ്റെ അങ്ങനെയുള്ള എല്ലാ സംരക്ഷണങ്ങളും സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റും മുഴുവനും ചെയ്തിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഈ കൊല്ലം ശിവരാത്രി നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമ്മൾ ഈ അകത്തുള്ള ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്റ്റേജിലുള്ള ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അതിൻ്റെ ഉദ്ദേശം മാത്രമൊന്നുമല്ല, എത്രയും പണി നമുക്ക് പൈസ നമുക്ക് സേവ് ചെയ്യാവോ ആ സേവ് ചെയ്യുന്ന പണം നമുക്ക് ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, പിറവം. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറൻറ്റ്.